കോടതികളുടെ വെള്ളാനയായി മാറിയ കമ്മീഷനെ കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെ പേടിച്ചിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മീഷനെ പിരിച്ചുവിടുന്നത് എന്നാണ് കരക്കമ്പി. സംസ്ഥാന സർക്കാർ ഈ കമ്മീഷന് വേണ്ടി ചെലവഴിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. ജുഡീഷ്യൽ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ട് 3 വർഷമായി. എന്നാൽ സർക്കാർ കമ്മീഷന്റെ കാലാവധി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരു സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഒരുങ്ങിയത് രാജ്യത്ത് ആദ്യത്തെ സംഭവമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് 2021 മെയ് 7-ന് ജസ്റ്റിസ് VK മോഹനനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത്. നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ്, ED എന്നിവയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാൻ ശ്രമം ഉണ്ടായി എന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നിരുന്നു. കൊച്ചി കേന്ദ്രമാക്കിയാണ് കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയത്. പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കാൻ പത്രപരസ്യവും നൽകി. ഇതിനിടെ ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരെ ED ഹൈക്കോടതിയിൽ ഹർജി നൽകി. 2021 ഓഗസ്റ്റ് 16-ന് കമ്മീഷൻ പ്രഖ്യാപിച്ച സർക്കാർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതിനെതിരെ സർക്കാർ നൽകിയ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2023 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ കമ്മീഷനായി ഇതുവരെ 83.76 ലക്ഷം രൂപ ചെലവാക്കിയതായി പറയുന്നു. കമ്മീഷൻ എന്ന നിലയിൽ ജസ്റ്റിസ് VK മോഹനൻ ശമ്പളം കൈപ്പറ്റിയില്ല എങ്കിലും ഓഫീസ് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ സർക്കാർ നൽകുന്നുണ്ട്. അന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ച ED, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ സ്ഥലം മാറ്റം ലഭിച്ച് സംസ്ഥാനം വിട്ടുപോയി. കഴിഞ്ഞ 6 വർഷത്തിനിടെ 7 ജുഡീഷ്യൽ കമ്മീഷണറുകൾക്കായി സംസ്ഥാനം ചെലവഴിച്ചത് 6 കോടിയോളം രൂപയാണ്. ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതലുള്ള കാലയളവിലാണ് കമ്മീഷനുകൾക്കായി ഇത്രയും പണം ചെലവഴിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 7-ൽ 2 കമ്മീഷനുകൾ ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. 2016 മുതൽ ജൂൺ 20-ന് ഹൈക്കോടതിയിൽ മുന്നിൽ വെച്ച് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തിയ സംഭവം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് കൂട്ടത്തിൽ ഏറ്റവും ചിലവേറിയത്. ഇതിനായി രൂപീകരിച്ച ജസ്റ്റിസ് PA മുഹമ്മദ് കമ്മീഷന് ആകെ ചെലവായത് 2.77 കോടി രൂപയാണ് എന്നതാണ് വാസ്തവം. മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് പോലീസ് വകുപ്പിൽ ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ കോടികളുടെ പർച്ചേസുകൾ CAG കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് വകുപ്പിലെ പർച്ചേസുകൾക്കും കരാറുകൾക്കും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാൻ ആണ് 2020 മാർച്ച് 7-ന് മുൻ ഹൈക്കോടതി ജഡ്ജി CL രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. എന്നാൽ 3 വർഷമായിട്ടും ഈ കമ്മീഷൻ ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടുമില്ല. 12,36,074 രൂപയാണ് രാമചന്ദ്രൻ കമ്മീഷന് വേണ്ടി ചെലവഴിച്ചത്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട് അപകടം അന്വേഷിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷന് 1,07,82,661 രൂപ, AK ശശീന്ദ്രൻ മന്ത്രിയായിരിക്കെ ഫോൺ കെണി വിവാദം അന്വേഷിച്ച ജസ്റ്റിസ് PS ആന്റണി കമ്മീഷന് 25,85,232 രൂപ, നെടുങ്കണ്ടം കസ്റ്റഡി മരണം അന്വേഷിച്ച ജസ്റ്റിസ് K നാരായണൻ കുറുപ്പ് കമ്മീഷന് 92,84,305 രൂപ, വാളയാർ പെൺകുട്ടികളുടെ മരണം അന്വേഷിച്ച ജസ്റ്റിസ് PK ഹനീഫ കമ്മീഷന് 1,17,091 രൂപ. ഇങ്ങനെയാണ് മറ്റ് കമ്മീഷനുകളുടെ കണക്ക്. സഖാവായ ഹൈക്കോടതി ജഡ്ജിയെ ഇറക്കി കേന്ദ്ര സർക്കാരിനെ പൂട്ടാനുള്ള പിണറായിയുടെ കുൽസിത ബുദ്ധി കേന്ദ്ര സർക്കാർ പൂട്ടുമെന്നാണ് ഇപ്പോൾ പിണറായി പേടിക്കുന്ന കാര്യം. സ്വർണ്ണക്കടത്ത് കേസിൽ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടത്തിവരുന്ന അന്വേഷണങ്ങളെ പ്രതിരോധിക്കാൻ പിണറായി നിയമിച്ച ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനെ പൂട്ടാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത്. സ്വപ്ന PC ജോർജിന് എഴുതി നൽകിയ കത്ത് അടിസ്ഥാനമാക്കി പിണറായിക്കെതിരെ കേസെടുക്കാനാണ് കേന്ദ്ര സർക്കാർ നിയമോപദേശം തേടിയത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ നീങ്ങിയാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി നീങ്ങിയ അതേ മട്ടിൽ തന്നെയാണ് പിണറായിയും നീങ്ങിയത്. ജുഡീഷ്യൽ കമ്മീഷനുകൾ സർക്കാരിനെ കോടികൾ തിന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല. EDക്കെതിരായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചാൽ BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ അതിശക്തമായ പ്രചാരണം നടത്താൻ കഴിയുമെന്ന നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചത്. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിന് കാരണമാവുകയും അത് തുടർഭരണം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും പിണറായി കരുതി. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നവരുടെ വായ തൽക്കാലം അടയ്ക്കാനും ഇതുവഴി കഴിഞ്ഞ കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങളിൽ അക്കാലത്ത് നടന്ന റെയ്ഡുകൾ തൽക്കാലം തടയുവാനും ഇതുവഴി കഴിഞ്ഞു. കരുതിയതുപോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം നടക്കാക്കുകയും പിണറായി അധികാരത്തിലെത്തുകയും ചെയ്തു.